നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 26 വയസ്സുള്ള ചെറുപ്പക്കാരന് കഴിഞ്ഞ 15 കൊല്ലമായി അപസ്മാരമുണ്ട്. അപസ്മാരത്തിനുള്ള ചികിത്സ അദ്ദേഹം എടുക്കുന്നുമുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ മരുന്നുകളൊക്കെ ചിലപ്പോൾ അങ്ങ് നിർത്തിക്കളയും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപസ്മാര ലക്ഷണങ്ങൾ അപ്രത്യക്ഷമായിട്ട് മറ്റു ചില ലക്ഷണങ്ങൾ കടന്നു വരും. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ആ സമയത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ, ആരോ അദ്ദേഹത്തെ പിന്തുടരുന്നു, അദ്ദേഹത്തിൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്യുന്നു, ആരോ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു, ആരൊക്കെയോ സംസാരിക്കുന്ന പോലെ ശബ്ദങ്ങൾ ചെവിയിൽ കേൾക്കുന്നു, നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ വരികയാണ്. അപ്പോൾ കുറച്ച് നാൾ ആ ലക്ഷണങ്ങൾ തുടരുന്നു. അത് കഴിയുമ്പോൾ പെട്ടെന്നൊരു ദിവസം അപസ്മാരം വരുന്നു. അപസ്മാരം വരുന്നതോടുകൂടി ഈ പറഞ്ഞ മാനസികമായ ലക്ഷണങ്ങളൊക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ഈ പെരുമാറ്റ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെ അപസ്മാരത്തിൻ്റെ മരുന്നങ്ങ് നിർത്തും. കുറച്ച് നാൾ കഴിഞ്ഞ് അപസ്മാരം വീണ്ടും വരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിനെ ഇൻ്റർ ഇക്റ്റൽ സൈക്കോസിസ് എന്ന് പറയും. അതായത് അപസ്മാരത്തിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചിത്തഭ്രമം എന്ന് പറയുന്ന ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അപസ്മാരമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ വൈദ്യുതി പ്രസരണം അമിതമാകുന്നത് മൂലം പൊടുന്നനെ ഉണ്ടാകുന്ന ചില ചലന വൈകല്യങ്ങളോ പെരുമാറ്റ വൈകല്യങ്ങളോ ആണ്. അപ്പോൾ ആ ചലന വൈകല്യങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും ഇത് പ്രദർശിപ്പിക്കുന്ന വ്യക്തി പലപ്പോഴും അറിയാറില്ല എന്നുള്ളതാണ്. അയാൾക്ക് ഓർമ്മയില്ല. കണ്ണൊക്കെ തുറന്നിരിക്കുകയായിരിക്കും, പക്ഷേ അയാൾക്ക് ആ ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാകില്ല. ഹ്രസ്വ നേരത്തേക്കേ കാണത്തുള്ളൂ. മിക്കവാറും ഏതാനും സെക്കൻഡുകളിൽ, ഏതാനും മിനിറ്റ്, 1-2 മിനിറ്റ് നേരത്തേക്ക് അത് കാണും. അപൂർവ ഘട്ടങ്ങളിൽ അതൊരു 30 മിനിറ്റിലപ്പുറം നീണ്ടു നിൽക്കാറുണ്ട്. അതിനെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയാറുണ്ട്. ചില പ്രത്യേകതരം അപസ്മാരങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് അപസ്മാരം വന്നതിന് ശേഷം തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കൂടി ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങൾ വരും. ചിത്തഭ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒന്ന് മിഥ്യാവിശ്വാസങ്ങളാണ്, ഡെല്യൂഷൻസ്. ആരോ തൻ്റെ പിന്തുടരുന്നു, തന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു, തൻ്റെ മൊബൈൽ ആരോ ഹാക്ക് ചെയ്യുന്നു, ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ സംശയങ്ങൾ. പക്ഷേ അത് അടിയുറച്ച് അയാൾ വിശ്വസിക്കുകയാണ്. അതുപോലെ മിഥ്യാ അനുഭവങ്ങൾ, ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള ചില സൗണ്ടുകൾ ഇങ്ങനെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നൊരു സ്ഥിതി വരുന്നു. അപ്പോൾ ഈ മിഥ്യാ വിശ്വാസങ്ങളും മിഥ്യാ അനുഭവങ്ങളുമൊക്കെ ഇവരിൽ വരാം. അടുത്തൊരു പ്രാവശ്യം അപസ്മാരം വരുന്നതോടുകൂടി ഈ ലക്ഷണങ്ങൾ ചിലപ്പോൾ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ അപസ്മാരവും അതോടനുബന്ധമായിട്ട് ചിത്തഭ്രമവും ഉള്ള ഒരു അവസ്ഥ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ചിത്തഭ്രമത്തിൻ്റെ അളവ് കൂട്ടാം, ചിത്തഭ്രമത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ അപസ്മാരത്തിൻ്റെ സാധ്യത കൂട്ടാം. പക്ഷേ ഈ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകേണ്ട അത്യാവശ്യമാണ്. അപസ്മാര സാധ്യത കൂട്ടാത്ത ചിത്തഭ്രമ വിരുദ്ധ ഔഷധങ്ങളുണ്ട്, അവ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കണം. ചിത്തഭ്രമത്തിൻ്റെ സാധ്യത കൂട്ടാത്ത അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുമുണ്ട്. ഇത് രണ്ടും കൃത്യമായി ഉപയോഗിക്കുകയും 8 മണിക്കൂറെങ്കിലും കൃത്യമായി ഉറക്കം രാത്രിയിൽ ഉറപ്പുവരുത്തുകയും മദ്യവും പുകവലിയും മറ്റ് ലഹരി വസ്തുക്കളും പരിപൂർണമായി വർജിക്കുകയും മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള പരിശീലനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്താൽ അപസ്മാരത്തെയും ചിത്തഭ്രമത്തെയും രണ്ടിനെയും വളരെ ഫലപ്രദമായി നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇത് കൃത്യമായി ചികിത്സിച്ച് ഭേദപ്പെടുത്താത്ത പക്ഷം, അത് അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു വ്യക്തിത്വ വൈകല്യത്തിലേക്ക് തന്നെ നയിച്ചേക്കാം. എപ്പിലെപ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അപസ്മാര സഹജ വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞൊരു അവസ്ഥ വരാം. ഈ വ്യക്തിത്വ വൈകല്യം ഉള്ള വ്യക്തികൾക്ക് 4 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണുള്ളത്. 1, അവർക്ക് ലൈംഗിക താല്പര്യം കുറവായിരിക്കും. 2, അവർ ആത്മീയമായ തത്വചിന്താ സ്വഭാവമുള്ള പല കാര്യങ്ങളും പറയും, പക്ഷേ ആ കേൾക്കുന്ന കാര്യങ്ങൾ പലതും യുക്തിസഹമാകില്ല, സ്യൂഡോ ഫിലോസഫി എന്ന് പറയും. 3, അമിതമായി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, അത് ഉപയോഗപ്രദമായ കാര്യങ്ങളൊന്നും ആകില്ല. 4, ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ ആ വിഷയത്തിൽ തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു അവസ്ഥ വരുന്നു, അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത ഒരു സ്ഥിതിവിശേഷം വരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ അപസ്മാരവും ചിത്തഭ്രമവും ആവശ്യമുള്ള മരുന്നുകളും മറ്റ് ജീവിതശൈലി ക്രമീകരണങ്ങളും ഉപയോഗിച്ച് കറക്റ്റായിട്ട് ചികിത്സിച്ചുകൊണ്ട് പോയാൽ ഈ 2 അവസ്ഥകളെയും നിയന്ത്രണ വിധേയമാക്കാനും സാധിക്കും. ഈ അപസ്മാര സഹജ വ്യക്തിത്വ വൈകല്യം എന്ന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് വലിയ ഒരളവ് തടയാനും സാധിക്കും. നന്ദി, നമസ്കാരം.